അങ്ങനെ പോയില്ലേ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറയുകയുണ്ടായത് പെരുന്നാൾ കഴിഞ്ഞ് പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഇവിടെ കുർബാന നടക്കണതിന് ശേഷം പൊട്ടിക്കാനായിട്ട് ഖജന നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ അപകടം പറ്റിയ ചേട്ടൻ പറഞ്ഞത് ഖജന നിറയ്ക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായി പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കോലഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിലുണ്ട്. അദ്ദേഹത്തിനോട് നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ കണ്ട വഴി ചോദിച്ചത് കൂടെയുള്ള ചേട്ടൻ എന്നാ പറ്റിയെന്നാണ് ചോദിച്ചത്. രവി എന്ന് പറയുന്ന ചേട്ടനെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. ഇവിടെ രണ്ടാർക്കരം മോളുടെ കൂടെ താമസിക്കുന്ന ഒരു ചേട്ടനാണ് രവി എന്ന് പറയുന്നത്. മറ്റേ ജെയിംസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ അടുത്തുള്ള ആളാണ്. ഉണ്ടായ സംഭവത്തിൽ ഒത്തിരി ഖേദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മരിച്ച കുടുംബത്തിന് അടിയന്തരമായിട്ട് 1,00,000 രൂപ കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ സഹായവും പള്ളിയിൽ തന്നെ ഏറ്റെടുത്ത് നടത്താനും പുള്ളിയുടെ പെരുന്നാളുകളുടെ ക്രമീകരണങ്ങളെല്ലാം ചടങ്ങുകൾ മാത്രമായിട്ട് നിർത്താനുമായിട്ടാണുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ആഘോഷങ്ങളെല്ലാം മാറ്റിയിരിക്കുന്നതായ ഒരു തീരുമാനമാണ് ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റി എടുത്തിരിക്കുന്നത്. ചികിത്സാ സഹായം മുഴുവനായിട്ടും പള്ളിയിൽ നിന്ന് എടുക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പെരുന്നാളിന്റെ ക്രമീകരണം, സദ്യ, മറ്റു കാര്യങ്ങളെല്ലാം ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. ചടങ്ങുകൾ മാത്രമായിട്ട് പെരുന്നാൾ നടത്താനായിട്ടുള്ളതായ ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്.